ഹലോ ഡിയേഴ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് പൊട്ടൻഷ്യോമീറ്ററിൻ്റെ ഒന്നാമത്തെ യൂസാണ് കമ്പാരിസൺ ഓഫ് ഇ എം എഫ് ഓഫ് ടു സെൽസ്. രണ്ട് സെല്ലിൻ്റെ ഇ എം എഫ് കമ്പയർ ചെയ്യാൻ അല്ലേ. അപ്പോൾ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ പ്രിൻസിപ്പിൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. വാട്ട്സ് ദ പ്രിൻസിപ്പിൾ ഓഫ് പൊട്ടൻഷ്യോമീറ്റർ? ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ബാലൻസിങ് ലെങ്ത് വി പ്രൊപ്പോർഷണൽ ടു എൽ. നമ്മൾ യൂസ് ചെയ്യുന്ന കണക്ഷൻ ഡയഗ്രാമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ പൊട്ടൻഷ്യോമീറ്റർ വയറ് ഇതാണ്. ഈ എ സി എന്ന് പറയുന്നതിൻ്റെ ഇടയിലുള്ള വയറാണ് ഇത്, പൊട്ടൻഷ്യോമീറ്റർ വയർ. ഇതെങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? 1 മീറ്റർ ലെങ്ത് ഉള്ള ഒരു വയറ് ഇവിടെ ഒരു കോപ്പർ സ്ട്രിപ്പ് വെച്ച് ജോയിൻ ചെയ്തിരിക്കുന്നു. എഗെയിൻ ഈ ഒരു ഭാഗത്ത് കോപ്പർ സ്ട്രിപ്പ് വെച്ച് ജോയിൻ ചെയ്തു, ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തു, ഇവിടെ ഒരു കോപ്പർ സ്ട്രിപ്പ് വെച്ചു, ഇങ്ങനെ ജോയിൻ ചെയ്തു, സീരീസ് ആയിട്ട് ജോയിൻ ചെയ്ത് സി എന്ന ടെർമിനലിലെത്തി. ഇതാണ് ഒരു പൊട്ടൻഷ്യോമീറ്റർ വയർ. ഓക്കെ, ഇനി ഈ പൊട്ടൻഷ്യോമീറ്ററിലൂടെ കറണ്ട് പാസ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു പ്രൈമറി സർക്യൂട്ട് കണക്ട് ചെയ്യണം. ഈ ഒരു ഭാഗമാണ് പ്രൈമറി സർക്യൂട്ട് എന്ന് പറയുന്നത് അല്ലേ. എ എന്ന ടെർമിനലിൽ ബാറ്ററിയുടെ പോസിറ്റീവ് കണക്ട് ചെയ്തിരിക്കുകയാണ്. ബാറ്ററിയുടെ നെഗറ്റീവിൽ നിന്ന് ഒരു റിയോസ്റ്റാറ്റുമായിട്ട് ജോയിൻ ചെയ്തു. ആ റിയോസ്റ്റാറ്റ് ഒരു കീയിലൂടെ സി എന്ന ടെർമിനലിലേക്ക് പോവുകയാണ്. നമ്മൾ ഈ കീ ക്ലോസ് ചെയ്തിരിക്കുകയാണുള്ളത്, ഡോട്ട് ഇട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും? ഒരു കറണ്ട് ഇതിലൂടെ ഫ്ലോ ചെയ്യും, ഒരു കോൺസ്റ്റൻറ്റ് കറണ്ട് ഇതിലൂടെ ഫ്ലോ ചെയ്യും. ഇനി ഗാൽവനോമീറ്റർ കണക്ട് ചെയ്ത ഈ ഒരു ബ്രാഞ്ചാണ് സെക്കൻഡറി സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കമ്പയർ ചെയ്യേണ്ടത് E1, അതായത് ഫസ്റ്റ് സെല്ലിൻ്റെ ഇ എം എഫും സെക്കൻഡ് സെല്ലിൻ്റെ ഇ എം എഫും ആണ് നമുക്ക് കമ്പയർ ചെയ്യേണ്ടത്. E1/E2 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്ക്, ഈ എ എന്ന ടെർമിനലിൽ എല്ലാ സെല്ലിൻ്റെ പോസിറ്റീവ് ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. E1 എന്ന് പറഞ്ഞ സെല്ലിൻ്റെ പോസിറ്റീവ് ടെർമിനൽ, E2 എന്ന് പറഞ്ഞ സെല്ലിൻ്റെ പോസിറ്റീവ് ടെർമിനൽ, അതുപോലെ സോഴ്സ് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ. ഇനി ഈ രണ്ട് സെല്ലിൻ്റെയും നെഗറ്റീവ് ടെർമിനൽ ഒരു 2 വേ കീ വെച്ച് കണക്ട് ചെയ്തിരിക്കുകയാണ്. 2 വേ കീ എന്ന് പറഞ്ഞാൽ നമുക്ക് 2 കീ ഇൻക്ലൂഡ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഓക്കെ, 2 വേ കീ, അതായത് ഇതിൻ്റെ സെൻട്രൽ ടെർമിനൽ ഗാൽവനോമീറ്ററുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഒന്നാമത്തെ കീ ക്ലോസ് ചെയ്യും. ഓക്കെ, അതായത് ഈ ഒരു കീ നമ്മൾ ക്ലോസ് ചെയ്യാണ്. ഈ കീ ക്ലോസ് ചെയ്ത് ഈ ഒരു ഭാഗം 1, 3 എന്നതിനിടയിലുള്ള ഈ ഒരു കീ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? ഈ സെല്ലിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യും അല്ലേ. അങ്ങനെ ഗാൽവനോമീറ്റർ കറണ്ട് ഫ്ലോ ചെയ്യും. ഇത് ഓപ്പൺ ആയതുകൊണ്ട് ഈ E2 എന്നുള്ള സെല്ല് ഇതിൽ ഇൻക്ലൂഡ് ആയിരിക്കില്ല. ഗാൽവനോമീറ്ററിലൂടെ കറണ്ട് ഫ്ലോ ചെയ്തു. നമ്മൾ ജോക്കി ആദ്യം എ ടെർമിനലിൽ വെച്ച് നോക്കി. അപ്പോൾ ഗാൽവനോമീറ്റർ ഒരു സൈഡിൽ ഡിഫ്ലക്ഷൻ കാണിക്കുന്നു. പിന്നെ സി ടെർമിനലിൽ വെച്ച് നോക്കുമ്പോൾ ഗാൽവനോമീറ്റർ ഓപ്പോസിറ്റ് സൈഡിൽ ഡിഫ്ലക്ഷൻ കാണിക്കുന്നു. അപ്പോൾ ഇതിനിടയിൽ എവിടെയോ ഒരു നൾ പോയിൻ്റ് ഉണ്ട്. അങ്ങനെ നമ്മൾ ജോക്കി നീക്കി N1 എന്ന പോയിന്റിലെത്തിയപ്പോൾ നമുക്ക് നൾ പോയിൻ്റ് കിട്ടി. അപ്പോൾ E1 സെല്ലിൻ്റെ നൾ പോയിൻ്റാണ് ഇവിടെ N1 കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി അതുപോലെ എന്ത് ചെയ്യും? ഇവിടെ ഈ കീ നമ്മൾ ഓപ്പൺ ചെയ്യും, രണ്ടാമത്തെ കീ നമ്മൾ ക്ലോസ് ചെയ്യും, സെക്കൻഡ് കീ നമ്മൾ ക്ലോസ് ചെയ്തു. ഇനി നേരത്തെ പോലെ തന്നെ ഈ കീ, അതായത് E2 എന്ന് പറയുന്ന ഈ സെല്ലിലൂടെ കറണ്ട് ഫ്ലോ ചെയ്ത് ഇതാണ്, ഇവിടെയാണ് ക്ലോസ്ഡ്, ഇതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്ത് ഗാൽവനോമീറ്ററിലൂടെ കറണ്ട് പാസ് ചെയ്യും. N2 എന്ന പോയിന്റിലെത്തുമ്പോൾ ഗാൽവനോമീറ്റർ കറണ്ട് 0 ഡിഫ്ലക്ഷൻ കാണിക്കുന്നു. നൾ മെത്തേഡാണല്ലോ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ സെല്ല് ഇവിടെ ഓപ്പൺ ആണ്. ഈ രീതിയിലാണ് നമ്മൾ കണക്ഷൻസ് കൊടുക്കുക. അപ്പോൾ ഒന്നാമത്തെ കേസ് നമുക്ക് നോക്കാം അല്ലേ. വെൻ ദ കീ K1 ഈസ് ക്ലോസ്ഡ്, ദ സെൽ E1 ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദി സർക്യൂട്ട് നമ്മൾ പറഞ്ഞു. then the balancing length is found to be L1, അതായത് N1 എന്ന പോയിന്റിൽ നമുക്ക് നൾ പോയിന്റ് കിട്ടി, അതായത് ഗാൽവനോമീറ്റർ കറണ്ട് 0 ആയി. അപ്പോൾ ഈ എ മുതൽ N1 വരെയുള്ള ഡിസ്റ്റൻസ്,
അതാണ് നമ്മുടെ ബാലൻസിങ് ലെങ്ത്ത്, അതുവരെയുള്ള വയറിൻ്റെ ലെങ്ത്ത്, ബാലൻസിങ് ലെങ്ത്ത്. അപ്പോൾ ആ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ്, പൊട്ടൻഷ്യോമീറ്ററിൻ്റെ പ്രിൻസിപ്പിൾ നമ്മൾ പറഞ്ഞു, വി പ്രൊപ്പോർഷണൽ ടു എൽ. അപ്പോൾ ഈ ഒരു വയറിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലേ, VAN എന്ന് പറയുന്നത് ഏത് തന്നെയായിരിക്കും? E1 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും E1 പ്രൊപ്പോർഷണൽ ടു L1, അല്ലെങ്കിൽ E1 ഇസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് K ഇൻറ്റു L1 അല്ലേ, ഇക്വേഷൻ നമ്പർ 1. ഇനി അതുപോലെ തന്നെ രണ്ടാമത്തെ കേസിൽ വെൻ ദ കീ K2 ഈസ് ക്ലോസ്ഡ്, അതായത് രണ്ടാമത്തെ കേസിൽ ഈ ഒരു കീ നമ്മളിവിടെ ക്ലോസ് ചെയ്തു, ഫസ്റ്റ് സെല്ല് ഓപ്പൺ ആക്കി. അപ്പോൾ ഈ ഒരു സെല്ല് മാത്രം E2 ഇൻക്ലൂഡഡ് ഇൻ ദി സർക്യൂട്ട്, ദെൻ ദി ബാലൻസിങ് ലെങ്ത് ഈസ് ഫൗണ്ട് ടു ബി L2, അതായത് AN2 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് L2 ആണ്. അപ്പോൾ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ പ്രിൻസിപ്പിൾ പ്രകാരം നമുക്ക് കിട്ടും E2 ഇസ് ഈക്വൽ ടു K ഇൻറ്റു L2. ഓക്കെ, K ഇൻറ്റു L2 എന്ന് കിട്ടി, ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് E1/E2 അല്ലേ. അപ്പോൾ നമ്മൾ ഇക്വേഷൻ 1 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 2 ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ? E1/E2 ഇസ് ഈക്വൽ ടു KL1/KL2. K ക്യാൻസൽ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് L1/L2 ആയിരിക്കും. ഇതാണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. E1/E2 ഇസ് ഈക്വൽ ടു L1/L2. അപ്പോൾ നമ്മൾ കമ്പാരിസൺ ഓഫ് EMF ഓഫ് 2 സെൽസ് ആണ് ചെയ്തത്. ഇത് 4 മാർക്കിന് വരെ ചോദിക്കാറുണ്ട്. ഇതിൻ്റെ കണക്ഷൻ ഡയഗ്രാം പഠിക്കണം, പ്രിൻസിപ്പിൾ പഠിക്കണം. സിമ്പിളാണ്, എളുപ്പത്തിൽ മാർക്ക് വാങ്ങാൻ പറ്റുന്നതാണ്. E1 പ്രൊപ്പോർഷണൽ ടു L1, E2 പ്രൊപ്പോർഷണൽ ടു L2. Therefore E1/E2 is equal to L1/L2. ഇത്ര മാത്രമേ ഇതിലുള്ളൂ. ഓക്കെ, താങ്ക് യു.